നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 24 പുറത്തുവിട്ട ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ട അമ്പരന്ന് കേരളം. സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് ബോർഡ് അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്ന് ദേവസ്വം വിജിലൻസ്. എല്ലാം SIT അന്വേഷിക്കട്ടെ എന്ന് PS പ്രശാന്ത്. ദേവസ്വം ബോർഡ് നോക്കി നിൽക്കെ സ്വർണ്ണപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ഉന്നതരുടെ പങ്ക് പുറത്ത്. സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉത്തരവിൽ ചേർത്തത് അന്നത്തെ ബോർഡ് സെക്രട്ടറി S ജയശ്രീ. പുതിയ വാതിൽ നിർമ്മാണം ബംഗളൂരുവിൽ വേണമെന്നാവശ്യപ്പെട്ടത് പോറ്റിയെന്ന് ശില്പി എളവള്ളി നന്ദൻ. സന്നിധാനത്തെ ദ്വാരപാലക പാളികൾ പരിശോധിച്ച് ജസ്റ്റിസ് KT ശങ്കരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം FIR-ൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ ദേവസ്വം കമ്മീഷണറും പ്രതികൾ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പത്മകുമാർ. മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചെന്ന് സമ്മതിച്ച് കോഴിക്കോട് റൂറൽ SP KE ബൈജു. പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചെന്നും KE ബൈജു. ആരാണ് MPയെ അടിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുവെന്നും വിശദീകരണം. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ചതിന് പിന്നിൽ CPIM പോലീസ് ഗൂഢാലോചനയെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. വൈകിയാണെങ്കിലും റൂറൽ SP KE ബൈജു തെറ്റേറ്റു പറഞ്ഞതിൽ സന്തോഷമെന്നും പ്രതികരണം. വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി അമീർ ഖാൻ മുത്തഖിയുടെ വാർത്താ സമ്മേളനം. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും തിരക്കിനിടെ സംഭവിച്ചതെന്നും വിശദീകരണം. ആലപ്പുഴ ഹരിപ്പാട് വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. ദാരുണാന്ത്യം പള്ളിപ്പാട് സ്വദേശി സരളയ്ക്ക്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. അപകടം പാടശേഖരം വൃത്തിയാക്കുന്നതിനിടെ. പോസ്റ്റിലെ കേബിൾ പൊട്ടിവീണെന്ന് പരാതിപ്പെട്ടിരുന്നെങ്കിലും KSEB തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാട്ടുകാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷം. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി തേജസ്വി യാദവ് ഡൽഹിയിലെത്തും. ബീഹാറിൽ NDA സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റുകൾ നൽകി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തുടരും. 4 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടരുന്നു. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം. പോസ്റ്റ് കാർഡിലൂടെ 500-ലേറെ കുടുംബങ്ങളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് കോട്ടയം കുറുവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. EP ജയരാജന്റെ ആത്മകഥ നവംബർ 3 പുറത്തിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. ഇതാണെന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. ഓപ്പറേഷൻ നങ്കൂറിൽ കസ്റ്റംസിന് അപേക്ഷ നൽകി ദുൽഖർ സൽമാൻ. പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്നാവശ്യം. നീക്കം ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കുട്ടിയുടെ ചെവി നായ കടിച്ചെടുത്തു. കുട്ടിക്ക് കടിയേറ്റത് വീടിനടുത്ത് കളിക്കുന്നതിനിടെ. നായയെ തല്ലിക്കൊന്ന് നാട്ടുകാർ. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു. ആറാലമ്മൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതമുണ്ടായി എന്ന് ആശുപത്രി അധികൃതർ. കാട്ടുപന്നി ആക്രമണത്തിൽ നഷ്ടപരിഹാരം വൈകുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച നിലപാടിൽ ഉറച്ച് കൃഷിമന്ത്രി P പ്രസാദ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടു. വീഴ്ച വരുത്തിയവർക്കെതിരായ നടപടി ഉറപ്പാക്കും. ലാഘവത്തോടെയാണ് ഉദ്യോഗസ്ഥർ വിഷയത്തെ കണ്ടതെന്നും P പ്രസാദ് 24നോട്. പാലക്കാട് വാണിയംകുളത്ത് DYFI മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. 1-ാം പ്രതി DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഒളിവിലെന്ന അന്വേഷണ സംഘം. വിനേഷ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് പാലക്കാട് കൊടുമ്പിൽ സ്വദേശിക്ക്. രോഗി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ.
പുതിയ കെട്ടിടം പണിയുന്നതിനായി 14 കോടി രൂപ സർക്കാർ വകയിരുത്തി. മന്ത്രിയുടെ ഇടപെടൽ 24 വാർത്തയ്ക്ക് പിന്നാലെ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല സ്ഥിരം VC നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടിക സർക്കാരിന് സമർപ്പിച്ചു. ഡോക്ടർ MS രാജശ്രീയും ഡോക്ടർ സജി ഗോപിനാഥും സ്ഥിര VC നിയമന പട്ടികയിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഷാപ്പ് ജീവനക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. മുണ്ടൂർ പന്നമല സ്വദേശി N രമേശാണ് മരിച്ചത്. പ്രതി ചള്ളപ്പാത സ്വദേശി M ഷാഹുൽ മീരാൻ പിടിയിൽ. മലപ്പുറത്തെ ശൈശവ വിവാഹത്തിന് നീക്കം. 14-കാരിയുടെ മിഠായി കൊടുക്കൽ ചടങ്ങ് നടന്നത് ഇന്നലെ. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കേസ്. റിപ്പോർട്ട് തേടുമെന്ന് ബാലാവകാശ കമ്മീഷൻ. പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കണ്ണാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലെ പരിപാടികളിലാണ് രാഹുൽ എത്തിയത്. വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ കുന്നംകുളത്തെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഒഡീഷ സ്വദേശി ധരംബീർ സിംഗ്. ഒഡീഷ സ്വദേശി പ്രിന്റു എന്ന ധനശ്യാമിനാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. തിരുവനന്തപുരത്ത് ഡ്രില്ലിംഗ് മെഷീൻ തലയിൽ തുളച്ചു കയറി 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ധ്രുവാണ് മരിച്ചത്. പിതാവ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനിടയിലാണ് അപകടം. കോൺഗ്രസ് പുനഃസംഘടനയിൽ ചർച്ചകൾ തുടരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാകുമോ എന്ന ചോദ്യത്തോടായിരുന്നു പ്രതികരണം. ഹാൽ എന്ന സിനിമയിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശം ശരിയല്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ. വിഷയത്തിൽ ഫിലിം ചേംബർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ലിസ്റ്റിൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ നീതി കിട്ടിയില്ല എന്ന അതിജീവിത. ആരോപണ വിധേയരെ ആരോഗ്യവകുപ്പ് സംരക്ഷിക്കുന്നുവെന്ന് പരാതി. കടുത്ത മാനസിക സംഘർഷങ്ങൾ ഇപ്പോഴും നേരിടുന്നതായും അതിജീവിത 24നോട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 40 ലക്ഷത്തിന്റെ സ്വർണം പിടികൂടി. കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിനിടെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിൽ മോഷണമെന്ന് പരാതി. നെബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ മുഖം മറച്ചെത്തിയ സ്ത്രീ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ഉടമകളുടെ പരാതി. ആളുകളുടെ ശ്രദ്ധ പുറത്തെ തീപിടുത്തത്തിലേക്ക് മാറിയപ്പോഴായിരുന്നു മോഷണം. തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടറുടെ മർദ്ദനം. പേരാമംഗലം ശ്രീദുർഗ വിലാസം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആദിനാഥിനാണ് മർദ്ദനമേറ്റത്. ജയ്ഗുരു ബസ്സിലെ കണ്ടക്ടറാണ് മർദ്ദിച്ചത്. ബസ്സിൽ കയറുന്നതിനിടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതാണ് പ്രകോപനത്തിന് കാരണം. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ്. ഇൻസ്റ്റഗ്രാമിൽ വർക്ക് ഫ്രം ഹോം പരസ്യത്തിലൂടെ 5,70,000 രൂപ തട്ടിയെടുത്തു. ദിവസം 5,000 രൂപ വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. പ്രഷർ പമ്പിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 625 ഗ്രാം സ്വർണം പിടികൂടി. റാസൽ ഖൈമയിൽ നിന്നുമാണ് സ്വർണം കടത്തിയതെന്ന് സൂചന. കൊട്ടാരക്കര വയക്കൽ ആനാട് പോലീസ് വാഹനമിടിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കോട്ടയം കല്ലറ സ്വദേശി മനോജാണ് മരിച്ചത്. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ. ചിന്നക്കനാൽ കോഴിപ്പന്നാക്കുടിക്ക് സമീപമാണ് കാട്ടാന എത്തിയത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് RRT സംഘം. കൊട്ടാരക്കര നിലമേലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. കരിന്തലക്കോട് ബിജി ഭവനിൽ സാവിത്രി അമ്മയുടെ വിരൽ കാട്ടുപന്നി കടിച്ചു മുറിച്ചു. മുൻ MLA KS ശബരിനാഥൻ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. രാവിലെ 11 മണിക്ക് ഹൈക്കോടതിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. 2 ദിവസങ്ങളിലായി 1600-ലധികം യുവ അഭിഭാഷകരാണ് എൻറോൾ ചെയ്തത്. എറണാകുളം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണസമിതിക്കെതിരെ ഗുരുതര വായ്പാ ക്രമക്കേട് ആരോപണം. ബാങ്ക് മുൻ പ്രസിഡന്റ് വ്യാജരേഖ ഹാജരാക്കി വായ്പയെടുത്തു എന്നാണ് പരാതി. കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് വിജിലൻസ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ സാമൂതിരി രാജ സെൻട്രൽ ദേവസ്വത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നെന്ന് റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും കാണാതായതിൽ തുടർ നടപടി സ്വീകരിച്ചില്ല. മലബാർ ദേവസ്വം ബോർഡ് റിപ്പോർട്ടുകളുടെ പകർപ്പ് 24ന്. കോഴിക്കോട് കല്ലായി പാലത്തിന് സമീപം മിനി പിക്കപ്പ് വാൻ ബസ്സിലിടിച്ച അപകടം. 5 ബസ് യാത്രികർക്ക് പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24ന്. മണിയുടെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ISO പ്രഖ്യാപനവും ഭിന്നശേഷി സൗഹൃദ ഗ്രാമം പദ്ധതി രേഖയുടെ പ്രകാശനവും CDS വാർഷികവും നടന്നു. പ്രകാശന ചടങ്ങും ഉദ്ഘാടനവും 24 ന്യൂസ്
ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷനായി. പത്തനംതിട്ട കൈപ്പട്ടൂർ പാലത്തിൽ നിന്ന് ചാടിയ 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ITI വിദ്യാർത്ഥിനിയായ സന്ധ്യയാണ് മരിച്ചത്. 24ന്റെ സ്ഥിരം പ്രേക്ഷകനായ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി പവിത്രൻ പാതിരാപ്പറ്റ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. തിരുവനന്തപുരം ജില്ലാ സ്കൂൾ മീറ്റിൽ സബ് ജൂനിയർ നീന്തലിൽ 5 സ്വർണം തേടി ആജുഷി അവന്തിക. കാര്യവട്ടം ചെങ്കോട്ടുകോണം തുണ്ടത്തിൽ MVHSS വിദ്യാർത്ഥിയാണ് ആജുഷി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം മോച്ചിറ കയർമാറ്റ് നിർമ്മാണത്തിൽ യുവതികൾക്ക് കൊറ്റമ്പള്ളി നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നു. മണപ്പള്ളി കേന്ദ്രീകരിച്ച് 45 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനം. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ നാളെ കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. വിഷൻ 2031 എന്ന പേരിൽ 33 മേഖലകളിലായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് കള്ളന്തോട് കൂളിമാട് റോഡിൽ നാളെ മുതൽ ഗതാഗത നിരോധനം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് റോഡ് അടച്ചത്. വാഹനങ്ങൾ മാവൂർ കാട്ടാങ്ങൽ വഴിയോ ചുള്ളിക്കപ്പറമ്പ് കൊടിയത്തൂർ പുൽപ്പറമ്പ് മണ്ണാശ്ശേരി വഴിയോ പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഇനി ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. ബാലുശ്ശേരി എഗരൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത്. സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥില, എന്താണ് സംഭവിച്ചത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? മിഥില, ശ്രീജിത്ത് 10:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എഗരൂരിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ജാർഖണ്ഡ് സ്വദേശിയാണ്. പേര് നമുക്ക് ലഭ്യമായിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ ബാലുശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ വാടക വീട്ടിൽ വെച്ച് രാത്രിയോടെ വാക്കുതർക്കം ഉണ്ടാവുകയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. ഈ ജാർഖണ്ഡ് സ്വദേശിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഇയാളെ എഗരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോൾ ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ബാലുശ്ശേരി CITP ദിനേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ കത്തികൊണ്ട് കുത്താനുണ്ടായ ഒരു സാഹചര്യമെന്നാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ജാർഖണ്ഡ് സ്വദേശിയാണ്. പേര് നമുക്ക് ലഭ്യമായിട്ടില്ല. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബാലുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. നോക്കാമിനി ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി നിയുക്ത US അംബാസിഡർ സെർജിയോ ഗോറിന്റെ സന്ദർശനം. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച് ട്രംപ് മോദി ചർച്ച നടക്കാനിരിക്കെ സെർജിയോ ഗോർ അംബാസിഡറായി എത്തുന്നത് ഇന്ത്യ-US സമഗ്ര ആഗോള പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ബംഗാളിൽ MBBS വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30 വിദ്യാർത്ഥിനി എങ്ങനെ പുറത്തിറങ്ങിയെന്ന് മമത. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞതോടെ ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷം. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ 3 പേർ അറസ്റ്റിൽ. ഇരയായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ നില തൃപ്തികരമെന്ന് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പെൺകുട്ടിക്ക് ഉറപ്പ് നൽകിയതായി ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ്. ജമ്മുകശ്മീരിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. ഗുലാം മുഹമ്മദ് മിർ, രാകേഷ് മഹാജൻ, സത്യപാൽ ശർമ്മ എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെതിരായ കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിന്റെ പ്രസ്താവന വിവാദത്തിൽ. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നുവെന്ന് പരാമർശം. തെറ്റിന് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നൽകേണ്ടി വന്നെന്നും ചിദംബരം. പ്രസ്താവന തള്ളി കോൺഗ്രസ്. ചിദംബരത്തിന് ക്രിമിനൽ കേസുകൾ നേരിടുന്നതുകൊണ്ടുള്ള സമ്മർദ്ദമെന്ന് കോൺഗ്രസ് വക്താവ് റാഷിദ് ആൽവി. യോഗ്യതയില്ലാത്ത സിമുലേറ്ററുകൾ ഉപയോഗിച്ചതിന് ഇൻഡിഗോയ്ക്കെതിരെ നടപടിയുമായി DGCA. 40 ലക്ഷം രൂപ പിഴ ചുമത്തി. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK എന്ന് DMK. കബളിപ്പിച്ചും പണം നൽകിയുമാണ് ഹർജികൾ തയ്യാറാക്കിയതെന്ന് ആരോപണം. മരണത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ TVK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതായും DMK. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. തീരുവ വിഷയത്തിൽ ഭീഷണി വേണ്ടെന്ന് അമേരിക്കയോട് ചൈന. അമേരിക്കയുടെ തീരുവ ഭീഷണിയുടെ പേരിൽ അപൂർവ ഭൗമധാതുക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും പിന്നോക്കം പോകില്ല.
ഭീഷണി മുഴക്കുന്നതിന് പകരം ഭിന്നതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് അമേരിക്ക ശ്രമിക്കേണ്ടതെന്നും ചൈന. ഗസയിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഹമാസ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തലവൻ ഇമാദ് അഖീലിന്റെ മകൻ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പോരാട്ടം ഗസയിലെ അധികാരത്തെ ചൊല്ലി ഡെർമഷ് വിഭാഗവുമായി. ഹമാസ് ഡെർമഷ് വിഭാഗങ്ങളിലെ ഒരാളെ വധിക്കുകയും 30ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി എന്നും റിപ്പോർട്ടുകൾ. ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആകും ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. നാളെ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് അമേരിക്ക പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. അതിർത്തിയിൽ പാകിസ്ഥാനെ വിറപ്പിച്ച അഫ്ഗാനിസ്ഥാൻ. പ്രത്യാക്രമണത്തിലൂടെ 25 സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്ന അവകാശവാദം. 15 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ. പ്രത്യാക്രമണം കാബൂളിലെ പാക് ആക്രമണത്തിന് മറുപടിയായി. പാകിസ്ഥാന്റെ തുടർച്ചയായ ആക്രമണം ഇന്ത്യ അഫ്ഗാൻ ബന്ധം മെച്ചപ്പെടുന്നതിനിടെ. അമേരിക്കയിലെ മിസിസിപ്പിയിൽ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റു. മേഖലയിലെ സ്കൂൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ജനക്കൂട്ടത്തിന് നേർക്കാണ് വെടിവെപ്പുണ്ടായത്. ദക്ഷിണ ലെബനനിലെ ഗ്രാമത്തിൽ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ. സുഡാനിലെ എൽ ഹഷറിൽ പാരാമിലിറ്ററി ഗ്രൂപ്പായ RSF നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൂടുതൽ സന്ദർശക വിസകൾ അനുവദിച്ച് സൗദി അറേബ്യ. ദിവസം 55,000-ഓളം വിസകൾ എന്ന തോതിൽ ഇപ്പോൾ അനുവദിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കൻ നടി ഡയാൻ കീറ്റൺ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. 1977 പുറത്തിറങ്ങിയ ആനി ഹാൾ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മികച്ച നടിക്കുള്ള ഓസ്കർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. മെക്സിക്കോയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 41 മരണം. നിരവധി പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകൾ. NPS ലൈഫ് സൈക്കിൾ ഫണ്ടുകളുടെ പേരുകൾ മാറ്റി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. നടപടി ഫണ്ടുകളുടെ യഥാർത്ഥ സ്വഭാവവും റിസ്ക് സാധ്യതകളും നിക്ഷേപകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി. ഇന്ത്യൻ ടൂറിസം മേഖല വളർച്ചയുടെ പാതയിൽ. GDPയിലേക്ക് ടൂറിസം 20 ട്രില്യൺ രൂപ സംഭാവന ചെയ്യുന്ന രീതിയിലേക്ക് വളർച്ച കൈവരിച്ചു. 25% നിരക്കിൽ വളർച്ച പ്രതീക്ഷിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. IT മേഖലയിൽ നിശബ്ദ പിരിച്ചുവിടൽ വ്യാപകമാകുന്നതായി റിപ്പോർട്ടുകൾ. ഈ വർഷം അവസാനത്തോടെ 50,000 IT ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തൽ. ഈ വർഷം തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇരട്ടിയാകുമെന്നും സൂചന. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്കും ജയം. എസ്റ്റോണിയ 1-3 ഗോളിന് തോൽപ്പിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം സമനിലയിൽ. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തോൽവി. ഓസീസിന്റെ ജയം 3 വിക്കറ്റിന്. 331 റൺസ് വിജയലക്ഷ്യം. 6 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ കേരളത്തിന് സ്വർണം. ഇടുക്കി ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി താരമായ അബിയ ആൻ ജിജിക്കാണ് സ്വർണം. ദേശീയ ഫ്രഞ്ച് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് മെഡൽ തിളക്കം. വെറ്ററൻ വിഭാഗത്തിൽ പ്രമോദ് സ്വർണവും ജൂനിയർ വിഭാഗത്തിൽ പ്രണവ് പ്രമോദ് വെള്ളിയും പ്രവീൺ പ്രമോദ് വെങ്കലവും സ്വന്തമാക്കി. ഹസ്തദാനത്തിനായി കൈനീട്ടിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഫാത്തിമ സനയെ അവഗണിക്കുന്ന ഇന്ത്യൻ നായിക ഹർമൻപ്രീത് കൗർ എന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇരു താരങ്ങളും കൈകൊടുത്തില്ല എന്നത് സത്യമാണ്. എന്നാൽ കൈകൊടുക്കുന്നതായുള്ള ഈ ചിത്രം AI നിർമ്മിതമാണ്. ഇതാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാൻ. കാസർഗോഡ് കാഞ്ഞങ്ങാട് തൊഴിലുറപ്പ് ക്ഷേമനിധി പദ്ധതി അംഗത്വം രജിസ്ട്രേഷൻ ജില്ലാതല പരിശീലനം നാളെ. പരിശീലനം രാവിലെ 10:30 കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം മലയൻകീഴ് പ്രാവച്ചമ്പലം മൊട്ടമൂട് റോഡിൽ നാളെയും ഗതാഗത നിയന്ത്രണം തുടരും. റോഡ് നവീകരണം നാളെ പൂർത്തിയാകും. ഇടുക്കി പീരുമേട് 66 kV സബ്സ്റ്റേഷനിൽ റിലേ ടെസ്റ്റിംഗ് നടക്കുന്നതിനാൽ പീരുമേട്, വാഗമൺ, ഉപ്പുതറ എന്നീ സബ്സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ. MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസസിൽ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് പ്രോഗ്രാമിൽ സീറ്റ് ഒഴിവ്. നാളെ രാവിലെ 10:30 രേഖകളുമായി വകുപ്പ് ഓഫീസിൽ എത്തണം. പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് നാളെ അടച്ചിടും. നാളെ രാവിലെ 8 മുതൽ 15 വൈകിട്ട് 6 മണി വരെയാണ് അടച്ചിടുക. നോക്കാം ഇപ്പോൾ കിട്ടിയത്. മുളകലച്ചെരുവ് വ്യാജമദ്യ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ആന്ധ്രാപ്രദേശ് സർക്കാർ.
ഏലൂരു റേഞ്ച് ഇൻസ്പെക്ടർ GVG അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. സ്വർണ്ണക്കടത്ത് കേസിൽ നേപ്പാൾ മുൻ സ്പീക്കർ കൃഷ്ണ ബഹാദൂർ മഹാര അറസ്റ്റിൽ. ചൈനീസ് പൗരൻ ഒളിച്ചുകടത്തിയ സ്വർണം വിൽക്കാൻ സഹായിച്ച കേസിലാണ് അറസ്റ്റ്. ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി ബാധിച്ച് 5 പേർ കൂടി മരിച്ചു. ഈ വർഷം ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 230 1000-ഓളം പേർ ചികിത്സയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.